ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കൈ നനയാതെ തന്നെ മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പിലട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഇലയട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ്. ഞാൻ 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഇലയട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് കുറച്ചൊന്ന് ലൂസായിട്ടുള്ള ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യം പകുതി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും ബാക്കി പകുതി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കയ്യിലൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. എനിക്ക് മൊത്തത്തിൽ 1 കപ്പ് അളവിൽ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തപ്പം ഈ ഒരു പരുവത്തിലൊന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് ഇരിക്കേണ്ടത്. ഇതുപോലെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ ഇരുന്നാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ 1 കപ്പ് അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തേങ്ങയുടെ ഈർപ്പൊക്കെ കൊണ്ട് ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് ചേർന്ന് തന്നെ വന്നോളും. നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി തേങ്ങയായിട്ട് ചേർന്ന് വരുന്ന പരുവത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് വലിയ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് അളവിൽ ശർക്കര എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്തൊന്ന് മെൽറ്റാക്കിയിട്ട് അരിച്ച് നമുക്ക് വീണ്ടും പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലൊന്ന് ആക്കി എടുത്താലും മതിയാവും. ഇനി നമുക്ക് നമ്മുടെ ഇലയട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 1 സ്പൂൺ അളവിൽ മാവൊന്ന് വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം. കുറച്ചൊന്ന് കനം കുറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ പരത്തി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പൂണ് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാനായിട്ട് പറ്റും. ഇനി ആവശ്യത്തിനുള്ള സൈസിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റേ സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അടയെല്ലാം തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ച് എടുക്കാം. ഇപ്പം ഞാൻ 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇടയുടെയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇവ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇലയിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് തന്നെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ഇലയട തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.